എൻ ക്രിസ്തൻ യോദ്ധാവാകുവാൻ ചേർന്നൻ തൻ സൈന്യത്തിൽ തൻ ദിവ്യവിളി കേട്ടു ഞാൻ ദൈവാത്മശക്തിയിൽ നല്ല പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തന്റെ രാജ്യത്തിൽ നല്ല പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തന്റെ രാജ്യത്തിൽ എൻ ക്രൂശു ചുമന്നിടുവാൻ ഇല്ലൊരു ലജ്ജയും എൻ പേർക്കു കഷ്ടപ്പെട്ടു എന്തെന്നും ഓർത്തിടും നല്ല പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തന്റെ രാജ്യത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തന്റെ രാജ്യത്തിൽ ഈശാചിനോടു ലോകവും ചേർന്നിടും വഞ്ചിപ്പാൻ വേണ്ട നിൻ ചപ്പും കുപ്പയും എന്തൊരച്ചിടും ഞാൻ നല്ല പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തന്റെ രാജ്യത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തന്റെ രാജ്യത്തിൽ ഓർമുൾക്കിരീടമല്ലയോ എന്താതൻ ലക്ഷണം തൻ യോദ്ധാവാഗ്രഹിക്കുമോ ഈ ലോകാഡംബരം നല്ല പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തന്റെ രാജ്യത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തന്റെ രാജ്യത്തിൽ വല്ലോരു മുറിവേൽക്കുകിൽ നശിക്കയില്ല ഞാൻ തൻ ശത്രുവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കയില്ല നല്ല പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തന്റെ രാജ്യത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തന്റെ രാജ്യത്തിൽ. ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ സായാഹ്ന പ്രഭാത മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചനം നമ്മോട് സംസാരിക്കുന്നത് പാസ്റ്റർ ബ്ലെസൻ ഡാനിയൽ എബനേസർ IPC കൊട്ടാരക്കര. കർത്താവിൻ്റെ ദാസന് നമ്മുടെ ഈ പ്രയർ ലൈനിൽ 4 വർഷങ്ങൾക്ക് മുൻപ് 4.5 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡിൻ്റെ ആ സമയത്ത് തിരുവചനം സംസാരിച്ചിരുന്നു. കർത്താവിൻ്റെ ദാസന് എനിക്ക് പേഴ്സണലായിട്ട് ഓർമ്മയില്ല, അന്ന് തിരുവചനം സംസാരിച്ചിരുന്നു. പിന്നീട് ആ നമ്പർ കണ്ട് ഞാൻ വിളിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദാസന് അവിടെ IPC ചർച്ചിൻ്റെ ശുശ്രൂഷകനായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നതിൽ വളരെ സന്തോഷം. കർത്താവിൻ്റെ ദാസനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് തിരുവചനം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. കർത്താവെ, നീ എന്നോട് സംസാരിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കാം.
കർത്താവിൻ്റെ ദാസന് ഇന്ത്യൻ സമയം 6:58 വരെ സമയമുണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ ബ്ലസൻ ഡാനിയൽ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ തന്യമേറിയ തിരുനാമം ഈ രാവിലെ സമയം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ചിക്കാഗോ പ്രയർ ലൈനിലെ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷാൽ ഈ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്ന അനുഗ്രഹീത കർത്തൃദാസനെയും യേശു ക്രിസ്തുവിനെ ധന്യമുള്ള നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഈ രാവിലെ സമയം നിങ്ങളുമായി ഒരുമിച്ചായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയത്ത് ആ ഒരു കർത്തൃദാസൻ എന്നെ വിളിച്ച് ഒരല്പസമയം ഈ പ്ലാറ്റ്ഫോമിൽ ദൈവവചനം സൃഷ്ടിപ്പാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അന്ന് സൂക്ഷിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ ലഭിച്ച നല്ല ഈ അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. തീർച്ചയായ ദിവസങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ സമയം ചെലവഴിക്കുന്നത്, അത് പ്രത്യേകിച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇതില് സമയം ചെലവഴിക്കുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രാർത്ഥനയുടേതായ അനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ അതൊരിക്കലും നഷ്ടമല്ല എന്നുള്ള ബോധ്യമാണ് തുടർച്ചയായി ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ ക്രമീകരിക്കപ്പെടുവാനും അതിൽ പങ്കെടുക്കുവാനും പ്രേരണ നൽകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തുടർന്നും കർത്താവ് നമുക്ക് നൽകി തരുന്ന സമയം ഒക്കെയും ആ പ്രാർത്ഥനയിൽ മുന്നേറാൻ ദൈവമായി കർത്താവ് അവസരങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പി കർത്തൃദാസൻ എന്നെ പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ പേര് ബ്ലസൻ കെ ഡാനിയൽ എന്നാണ്. ഞാൻ ഇപ്പോൾ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കിഴക്കേത്തിര എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നു. നിങ്ങളുമായി ഒരുമിച്ച് ലഭിച്ച ഈ ഒരു സമയം ഒരു വലിയ പദവിയായി ഞാൻ കണക്കാക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും വിവിധ ദൈവദാസന്മാർ വചനത്തിന്റെ ശബ്ദം വിളമ്പുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെല്ലാവർക്കും അനുഗ്രഹമാണ്. നമുക്ക് കർത്താവിനോട് ഒരുമിച്ചായിരിക്കുന്നതായ അനുഭവങ്ങളാണ്, അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെതായ മൂല്യമേറിയ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തിൽ മൂല്യമായ പലതുണ്ടെങ്കിലും ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വില കൽപ്പിക്കുന്നതും ശ്രേഷ്ഠമേറിയതും കർത്താവിന്റെ സന്നിധാനത്തിലായിരിക്കുന്നതാണ്. കർത്താവിന്റെ സന്നിധാനത്തിലായിരുന്നു നമ്മുടെ കർത്താവിനോട് നമ്മുടെ കാര്യങ്ങൾ പറയുവാനും, നമ്മുടെ കർത്താവിന് നമ്മോട് എന്താ സംസാരിപ്പാൻ ആഗ്രഹമുണ്ടെന്ന് അത് കേൾക്കുവാനും കഴിയുമ്പോഴാണ് ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ആത്മീകമായ സംതൃപ്തി ഉണ്ടാകാൻ ഇടയായിത്തീരുന്നത്. അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് പേരായും ആളാമ്പ്രതിയായും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ ശ്രമിക്കുന്നവർ ആരെന്നോ എങ്ങനെയുള്ളവരാണോ ഒന്നും എനിക്ക് അറിയില്ല. എന്നെയും നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും. പക്ഷെ നമ്മൾ എല്ലാവരും ഒരുപോലെ അറിയുന്ന നമ്മുടെ കർത്താവ് നമ്മായിരിക്കുന്ന മണ്ഡലങ്ങൾ നമ്മോട് കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ ഉറപ്പ്. ആ വലിയ ഉറപ്പ് നൽകുന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ പേര് തന്നെ ചിക്കാഗോ പ്രയർ ലൈൻ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കോവിഡിന്റെ സമയത്തും വചനം ശുശ്രൂഷിക്കുമ്പോൾ പ്രാർത്ഥനയെ കുറിച്ചാണ് സംസാരിച്ചത്. ഈ പ്രയർ ലൈൻ എന്ന മറ്റു കാര്യങ്ങളെ കുറിച്ച് അറിയില്ല. പ്രയർ ലൈൻ എന്നുള്ളത് കൊണ്ട് തന്നെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു പ്ലാറ്റ്ഫോമാണെന്ന് ഞാൻ വരുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥനയെ കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യശകലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കട്ടെ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. ഇപ്രകാരമാണ്: യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും.
നമ്മുടെ അരുമനാഥനായ യേശു ക്രിസ്തുവിന്റെ പർവ്വത പ്രസംഗങ്ങളിൽ ഉൾപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യശകലമാണ് നാം ഇന്ന് വായിക്കാനിടയായി തീർന്നത്. യേശു കർത്താവിന്റെ പർവ്വത പ്രസംഗങ്ങൾ വളരെ പ്രാധാന്യതയോടെ കാണേണ്ട ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് മത്തായി സുവിശേഷകൻ അത് 3 അധ്യായങ്ങളിലായി കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവിതത്തിന്റെ പ്രായോഗികമായ, ധാർമ്മികമായ, ആത്മീകമായ എല്ലാ മണ്ഡലങ്ങളെയും സ്പർശിച്ചാണ് പർവ്വത പ്രസംഗങ്ങൾ കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. പർവ്വതത്തിലേക്ക് കയറിപ്പോയി തന്റെ മുമ്പിലുള്ള പുരുഷാരത്തെ കണ്ടുകൊണ്ട് അവരെ യേശു ഉപദേശിക്കുന്നു. ഒരു ജയകരമായ, ധന്യകരമായ ക്രിസ്തീയ ജീവനം, ഒരു യേശുവിന്റെ പിന്മയുള്ള അനുഗമനം എങ്ങനെ സാധ്യമാകും എന്നുള്ളത് ഈ പർവ്വത പ്രസംഗങ്ങളിൽ യേശു കർത്താവ് നമുക്ക് നൽകി തരുന്ന ചില പാഠങ്ങളുണ്ട്. അതിൽ പ്രധാനമായ ഒരു വസ്തുതയാണ് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ കർത്താവ് നമുക്ക് നൽകി തരുന്നതായ കാര്യങ്ങൾ. ഈ പർവ്വത പ്രസംഗങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് യേശു ഒത്തിരി പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു ഈ പർവ്വത പ്രസംഗത്തിൽ നമ്മോട് പറയുന്നുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു മോഡൽ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നതായ പ്രാർത്ഥനയുടെ ആ മോഡൽ കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീരെന്ന് പറഞ്ഞു, പ്രേ ഇൻ ദിസ് മാനർ, ഈ ഒരു രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിപ്പീ. അതിനകത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ദൈവിക ബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആ ബോധ്യത്തോടുകൂടെ പ്രാർത്ഥിക്കുക. അതിനുശേഷം പറയുന്നു, നിന്റെ നാമം, നിന്റെ ഇഷ്ടം, നിന്റെ രാജ്യം, അതിന് പ്രാധാന്യം നൽകി പ്രാർത്ഥിക്കണം. അല്ലാത്ത പ്രാർത്ഥനകളൊന്നും ഒരു യഥാർത്ഥ പ്രാർത്ഥനയാകുകയില്ല. അതിനുശേഷം പറയുന്നത്, ദൈവമേ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങൾ ക്ഷമിക്കണം, ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരണം, പരീക്ഷയിലേക്ക് ഞങ്ങളെ കടത്തരുത്. ഇതൊക്കെ നമ്മുടെ ഭൗമജീവിതത്തിൽ നമ്മുമായി ബന്ധപ്പെട്ട വസ്തുതകളൊക്കെയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഇഷ്ടം നിറവേറേണ്ടതായിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിനകത്ത് ആ ഒരു ദൈവികമായ ഹിതവും ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ പ്രാർത്ഥനയിൽ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടാകില്ല. കർത്താവിനും അറിയാം. മനുഷ്യരെന്ന നിലയിൽ നമുക്ക് വ്യക്തമായി പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല ചില സമയത്തൊക്കെ. അത് കർത്താവിനെ കുറിച്ച് അതെല്ലാം ബോധ്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് റോമാലേഖനത്തിൽ, വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. പക്ഷേ അവിടെയും നമ്മുടെ പ്രാർത്ഥനയിൽ സഹായിപ്പാൻ ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, പരിശുദ്ധാത്മാവാണ്. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുണി നിൽക്കുന്നുവെന്നാണ് വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും മാനുഷികതകളും നമ്മുടെ ബുദ്ധികളും ഒക്കെ കടന്നു കയറുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ദൈവഹിത പ്രകാരം നാം എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് യേശു കർത്താവ് പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നു. യേശു ക്രിസ്തു നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതിന് മുൻപ് തന്നെ യേശു പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ പ്രാർത്ഥിക്കരുത്. 2, ജൽപ്പനം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കരുത്. എങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് യേശു പറഞ്ഞിട്ടാണ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് യേശു പുരുഷാരത്തോട് പറയുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ മോഡൽ കർത്താവ് നമുക്ക് നൽകി തന്നിട്ട് 7-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശു പറയുന്നു, നിങ്ങൾ യാചിക്കണം, എങ്കിലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ അന്വേഷിക്കണം, എങ്കിലേ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. നിങ്ങൾ മുട്ടണം, എങ്കിലേ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയുള്ളൂ. അത് നാമും ദൈവവുമായിട്ടുള്ളൊരു ബന്ധത്തിന്റെ ആ ഒരു ഊഷ്മളതയാണ് ഇവിടെ കാണിക്കുന്നത്. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അർത്ഥാൽ നിങ്ങൾ ചോദിക്കണം.
സ്വർഗസ്ഥനായ പിതാവിനോട് നിങ്ങൾ ചോദിക്കണം. ചോദിച്ചാൽ അവൻ നിങ്ങൾക്ക് തരും. ഈ നീണ്ട ദിവസങ്ങൾ, ചില വർഷങ്ങളായ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് വലിയൊരു ഉറപ്പുണ്ട്, നമുക്ക് വലിയൊരു ബോധ്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ കർത്താവ് എനിക്ക് മറുപടി നൽകി തരും. എന്റെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേൾക്കും എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ടാണ് നാം ദൈവത്തോട് ചോദിക്കുന്നത്. നമുക്ക് ദൈവത്തോട് ചോദിക്കാനുള്ള ധൈര്യമുണ്ട്. ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയാണ് നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയും. അതിനുള്ള ധൈര്യം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് കരുണ ലഭിക്കേണ്ടതിനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ധൈര്യം ദൈവം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. ആ ധൈര്യത്തോടുകൂടെയാണ് നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത്. യേശു കർത്താവ് പറയുന്നു, യാചിപ്പീൻ അസാൽ നിങ്ങൾ ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. നമ്മള് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ചിന്തയെ ഞാൻ എവിടേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ ശൂനേംകാരി എന്ന് പറയുന്ന ഒരു വിധവ ഏലിശായുടെ അടുക്കിലേക്ക് കടന്നു വരുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ആ വിധവയുടെ ഭർത്താവ് നേരത്തെ പ്രവാചകന്റെ ശിഷ്യനായിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി അധ്വാനം ചെയ്ത് ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെട്ടൊരു ദൈവഭക്തൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെടാനിടയായി തന്റെ ഭാര്യ, വിധവയായിരിക്കുന്ന തന്റെ ഭാര്യ, തന്റെ ഭർത്താവ് ആരോട് കൂടെ ആയിരുന്നു, ആ ദൈവദാസന്റെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് താൻ പറയുന്നു, യജമാനനെ, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് യഹോവ ഭക്തനായിരുന്നു നിനക്കറിയാമല്ലോ. എന്നാൽ എന്റെ മക്കളെ ഇപ്പോൾ കടക്കാർ പിടിച്ചു കൊണ്ടുപോവുകയാണ്. അവരെ അടിമകളാക്കാനുള്ള ശ്രമത്തിൽ അവരെന്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു. ഈ ഒരു റിക്വസ്റ്റുമായിട്ട് ഏലിശയുടെ അടുക്കിലേക്ക് കടന്നു എന്ന ആ വിധവയായ സഹോദരിയോട് ഏലിശ ചോദിക്കുന്ന ഒരു ചോദ്യം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഏലിശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? ചോദിക്കാൻ ആവശ്യപ്പെടുകയാണ്. നീ ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ, നീ ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഒരു ബുദ്ധിമുട്ടിൽ ഞാൻ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഇന്ന് പകലിലും ഈ രാവിലെ സമയം കർത്താവിന് ചോദിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യമതാ, നീ എന്നോട് ചോദിക്കണം, ഞാൻ നിനക്ക് എന്താ ചെയ്ത് തരേണ്ടത്? നിന്റെ പ്രയാസങ്ങളും നിന്റെ ബുദ്ധിമുട്ടുകളും നീ കടന്നു പോകുന്നതായ പ്രതിസന്ധികളും നിന്നെ അടിമയാക്കാൻ കടന്നു വരുന്നവരെ കുറിച്ചുമുള്ള ബോധ്യം ദൈവത്തിനുണ്ട്. പക്ഷേ ദൈവത്തിന്റെ ഒരു ആഗ്രഹമുണ്ട്, നീ ദൈവത്തോട് ചോദിക്കണം. നാം ദൈവത്തോട് ചോദിക്കണം. ഇവിടെ ഈ വിധവയോട് എലിശ പറയുകയാ, നിനക്ക് ഞാൻ എന്താ ചെയ്തു തരേണ്ടത്? ആ ഒരു ചോദ്യം എലിശ ചോദിച്ചു. അവൾ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ തന്നോട് ചോദിക്കാൻ എലിശ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം അതിനുള്ള സൊല്യൂഷൻ എലിശ തന്നെ അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്റെ വീട്ടിൽ എന്താണുള്ളത്? അവൾ പറയുന്നു, എന്റെ വീട്ടിൽ
ഒരൽപ്പം എണ്ണയുണ്ട്. അവൾ പറയുന്നു, നീ നിന്റെ അയൽക്കാരോടൊക്കെ വെറും പാത്രങ്ങൾ വാങ്ങി ഭവനത്തിൽ കൊണ്ടുവന്ന് വാതിലടച്ച് നീയും നിന്റെ മക്കളുമായി പകരുവാൻ പറയാനിടയായി. എലീശ അവൾക്ക് കൊടുക്കുന്ന സൊല്യൂഷനാണത്. എന്താ? നീ പാത്രം അയൽവകത്തു നിന്നൊക്കെ വിലയ്ക്ക് വാടക എടുത്തുകൊണ്ട് വന്ന്, വായ്പ വാങ്ങി കൊണ്ടുവന്ന് പകരാൻ ആവശ്യപ്പെടുകയാണ്. അവരുടെ ആ ഒരു പ്രത്യേക ബുദ്ധിമുട്ടിന്റെ സമയത്ത്, ആ പ്രത്യേക പ്രയാസത്തിന്റെ സമയത്ത് ഒരു പക്ഷേ അയൽക്കാർ എങ്ങനെ വിശ്വസിച്ച് അവൾക്ക് പാത്രം കൊടുക്കും? പക്ഷേ അയൽക്കാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കാരണം അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അവരുടെ പാത്രങ്ങളെ അവളുടെ കാര്യം ഷെയർ ചെയ്യാനായിട്ട് കൊടുക്കാൻ ഒരു നല്ല മനസ്സ് അവർക്കുണ്ടായിരുന്നു. പ്രാർത്ഥനയിലൂടെ നാം ചെയ്യുന്ന ഏറ്റവും വലിയൊരു വസ്തുതയായത് നമ്മുടെ സമയത്തെ, നമ്മുടെ ആരോഗ്യത്തെ ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകാൻ കഴിയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമേറിയ ഒരവസ്ഥയാണ്. പലർക്കും അവരുടെ സമയത്തെയും അവരുടെ ജീവിതത്തെയും ഒന്നും മറ്റുള്ളവർക്ക് ഒരല്പസമയം പ്രാർത്ഥനയിൽ കൊടുക്കാൻ കഴിയാറില്ല. പക്ഷേ ചിക്കാഗോ പ്രയർ ലൈനിന്റെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ അതിൽ അംഗങ്ങളായിരിക്കുന്ന അത് ഉൾപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. കാരണം നിങ്ങളുടെ സമയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നിങ്ങൾ നൽകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അവൾ അതിനകത്തെ ഭവനത്തിനുള്ളിലേക്ക് കടന്നു, പകർന്നു നൽകി. അവൾ പാത്രങ്ങൾ നിറഞ്ഞു, അവളുടെ പാത്രങ്ങൾ നിറഞ്ഞു. പാത്രങ്ങൾ നിറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ തന്റെ മക്കളോട് പറയുക, ഇനിയും പാത്രങ്ങൾ കൊണ്ടുവരിക. അവർ പറയുന്നു, ഇല്ലില്ല, പാത്രമില്ലിനി, ഇനിയും പാത്രമില്ല. വായിക്കുന്നു, അപ്പോൾ ആ എണ്ണ നിന്നുപോയി എന്ന് കാണാൻ കഴിയുന്നു. എന്നെ ചിന്തിപ്പിച്ച ഏറ്റവും വലിയൊരു വസ്തുതയുണ്ട്. 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവളുടെ വീട്ടിനകത്ത് പാത്രങ്ങൾ മുഴുവനും എണ്ണ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇനിയും അവളുടെ ഇഷ്ടത്തിന് അവൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ 7-ാം വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ഇപ്രകാരമാണ്: എണ്ണ നിറഞ്ഞ പാത്രങ്ങൾ അവളുടെ വീട്ടിലുള്ളപ്പോഴും അവൾ ചെന്ന് ദൈവപുരുഷനോട് പോയി വസ്തുത അറിയിച്ചു. അഥവാ അവളുടെ വീട്ടിനകത്തെ അനുഗ്രഹങ്ങൾ അവൾ നിറഞ്ഞു നിൽക്കുമ്പോഴും ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അവളുടെ ഭവനത്തിൽ വെളിപ്പെടുന്നത് അവള് കാണുക ചെയ്തിട്ടും പിന്നീട് എന്ത് ചെയ്യണമെന്നുള്ള ആലോചന പ്രാപിക്കാനായി അവൾ ദൈവപുരുഷന്റെ അടുക്കലേക്ക് കടന്നു പോവുകയാണ്. ഒരുപക്ഷെ പലർക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപജയം എന്തെന്ന് ചോദിച്ചാൽ, ദൈവിക നന്മകൾ പ്രാപിച്ചു കഴിഞ്ഞ്, ദൈവിക വിടുതലുകൾ പ്രാപിച്ചു കഴിഞ്ഞ് പലപ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന പ്രവണത ഉണ്ടാകുന്നതാണ് അപജയങ്ങൾക്ക് കാരണം. പക്ഷേ ദൈവത്താൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ദൈവത്താൽ പ്രാപിക്കുന്ന മറുപടികളും നമ്മുടെ കൈവശം ഇരിക്കുമ്പോൾ തന്നെ ആ ദൈവിക അനുഗ്രഹങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും കൂടെ ആലോചന ചോദിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയുടെ മറുപടിയായി അത് പരിണമിക്കാനിടയായി തീരുന്നത്. എന്ത് ചെയ്യണമെന്ന് വിധവയായ സഹോദരി ഏലിശയോട് ചോദിച്ചു. ഏലിശ അതിന് സൊല്യൂഷൻ കൊടുത്തു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവളുടെ മേൽ ദൈവം പകർന്നു നൽകുവാനിടയായി. അനുഗ്രഹങ്ങൾ പകർന്നു നൽകിയപ്പോഴും വീണ്ടും ദൈവത്തോട് അവൾ ആലോചന ചോദിക്കുകയാണ്. ഇന്ന് ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് കർത്താവിനോട് ആലോചന ചോദിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അതില്ലായ്മകളിൽ മാത്രമല്ല നാം ദൈവത്തോട് ചോദിക്കേണ്ടത്,
ജീവിതത്തിൽ എല്ലാം ഉള്ളപ്പോഴും ദൈവത്തോട് ആലോചന ചോദിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നാം താല്പര്യപ്പെടണം. ഇവിടെ വിധവയായ സഹോദരി ഏലിശയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്ന ചോദ്യം, എനിക്ക് ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമോ എന്നുള്ള ആ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഏലിശ ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? പാപപ്പെട്ട കടഭാരത്താൽ ഭാരപ്പെടുന്ന ആ ഒരു സഹോദരിയോടുള്ള ബന്ധത്തിൽ ആ ചോദ്യത്തിന് ഒരു ചോദിച്ചതിന് വ്യക്തമായ ഒരു ഉത്തരവും കൂടെ ഏലിശ നൽകാനിടയായി. ഇന്ന കാര്യങ്ങൾ നീ ചെയ്യണം. വീണ്ടും അതേ അധ്യായത്തിൽ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇതേ ചോദ്യം ഏലിശ വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് മറ്റൊരു സഹോദരിയോടാണ്. അത് ശൂനേംകാരത്തി എന്ന് പറയുന്ന ആ ഒരു സഹോദരിയോടാണ് ചോദിക്കുന്നത്. 13-ാമത്തെ വാക്യം, അവൻ അവളോട്, നീ ഇത്ര താല്പര്യത്തോടെയൊക്കെയും ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ. എന്താ? ഇതുവഴി കൂടെ കടന്നു പോകുന്ന ഏലിശ എന്ന് പറയുന്ന ആ ദൈവപുരുഷന് വേണ്ടി തനിക്ക് പ്രത്യേക ഒരു റൂമൊക്കെ തയ്യാറാക്കി അതിനകത്ത് വേണ്ടത് എല്ലാവിധമായ സാധനങ്ങളും വാങ്ങി അതിനകത്തിട്ടിട്ട് എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കണ്ടിട്ട് ഏലിശ ശൂനേംകാരത്തിയോട് ചോദിക്കുന്നു, സഹോദരി, നീ ഇത്ര താല്പര്യത്തോടെ കാര്യങ്ങളെയൊക്കെ ചെയ്തല്ലോ, ഞാൻ ചോദിക്കുകയാ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ വിധവയായ സഹോദരിയോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നീ ചോദിക്ക്. അതേ ചോദ്യം സമ്പന്നയായ എല്ലാ കാര്യങ്ങളും നന്നായി മുന്നോട്ട് പോകുന്ന ഒരു സഹോദരിയോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? വിധവയായ കടം കയറി ജീവിതം വല്ലാതെയായി തീർന്ന സഹോദരിയോട് മാത്രമല്ല ആ ചോദ്യം, ജീവിതത്തിന്റെ സാമ്പത്തിക സമ്പന്നതയിലായിരിക്കുന്ന ശൂനേംകാരത്തിയോടും അതേ ചോദ്യം ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? അച്ഛാൽ ജീവിതത്തിൻ്റെതായ ഏത് മേഖലകളിലും നമ്മോട് ചോദിക്കുന്ന ആ ചോദ്യം എന്താ ചെയ്തു തരേണ്ടത്? ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്, സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല, എല്ലാ ആവശ്യങ്ങളും ഒരുപോലെ ആകണമെന്നില്ല. വ്യത്യസ്തതകൾ അതിനകത്തുണ്ട്. എൻ്റെ ആവശ്യമായിരിക്കില്ല നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ആവശ്യമായിരിക്കില്ല എൻ്റെ ആവശ്യം. ആവശ്യതകളിൽ വ്യത്യസ്തതകളുണ്ട്, നമ്മുടെ കാര്യങ്ങളിൽ വ്യത്യസ്തതകളുണ്ട്. എല്ലാവരുടെയും ഭാരങ്ങൾ ഒരുപോലെ ആകണമെന്നില്ല. പക്ഷേ എല്ലാവരുടെയും ഭാരങ്ങളെയും എല്ലാവരുടെയും വിഷയങ്ങളെയും ഡീല് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നാം സേവിക്കുന്ന നമ്മുടെ ദൈവം മാത്രമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തന ഭാഗത്തിൽ ഇപ്രകാരം പറയുന്നത്, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. അതതിന്റെ ആഹാരം. ആ വാക്കിന് ഒത്തിരി പ്രസക്തിയുണ്ട്. അതതിന്റെ ആഹാരം എന്ന് പറഞ്ഞാൽ ഓരോന്നിനും ഓരോന്നാ വേണ്ടത്. മൃഗത്തിന് ഉള്ള ഭക്ഷണമല്ല കാക്കക്കുഞ്ഞിന്. അതിന്റെ അളവുകളിൽ വ്യത്യസ്തതയുണ്ട്. പക്ഷേ വ്യത്യസ്തതകൾ ഉള്ളപ്പോൾ തന്നെ എന്ത് തന്നെയാണെങ്കിലും ഏതളവിലാണെങ്കിലും നൽകാൻ കഴിവുള്ള ഒരു ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം. ആ ദൈവത്തെയാണ് നാം പിൻപറ്റേണ്ടത്. ശൂനേംകാരത്തിയോടും അതേ ചോദ്യം ഏലിശ ചോദിക്കുകയാ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? നിനക്ക് വേണ്ടി സേനാപതിയോടോ രാജാവിനോടോ എന്തെങ്കിലും പറയേണ്ടതുണ്ടോ എന്ന് ആ ശൂനേംകാരത്തിയോട് ഏലിശ ചോദിക്കുകയാ. പക്ഷേ അതിനുള്ള മറുപടി നൽകുന്നത് ഏലിശയുടെ ശിഷ്യനാണ്. അവൾക്ക് മക്കളില്ലല്ലോ, അവൾക്ക് ഒരു തലമുറയെ നൽകാൻ പറയും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. തന്റെ അടുക്കൽ വന്ന 2 സഹോദരിമാരോടും ഏലിശ ചോദിച്ചത്, നിങ്ങൾ ചോദിക്ക്, ഞാൻ മറുപടി തരാം, ഞാൻ അതൊരു ഉത്തരം തരാം. അതേ ഒരു ചിന്ത ദൈവം നമുക്ക് നൽകി തരികയാണ്. നിങ്ങൾ ചോദിക്ക്,
നിങ്ങൾ ചോദിക്ക്, ഞാൻ നിങ്ങൾക്ക് തരാം, ഞാൻ നിങ്ങൾക്ക് തരാം. യാചിപ്പി, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എലീശ ഈ ഒരു വാക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്ന് ഈ രണ്ട് സഹോദരിമാരോട് സധൈര്യം ചോദിക്കാൻ കാരണമെന്താ? എന്തുകൊണ്ടാ എലീശ അങ്ങനെ ചോദിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഇതേ ചോദ്യം ഈ 4-ാം അധ്യായം 2-ാം വാക്യത്തിലും 4-ാം അധ്യായം 13-ാം വാക്യത്തിലും ഒരു പാവപ്പെട്ട കടം കയ്യിൽ നിൽക്കുന്ന ഒരു സഹോദരിയോടും അന്നത്തെ സമ്പന്നയായ ഒരു സഹോദരിയോടും എലീശ ചോദിക്കുന്ന അതേ ചോദ്യം ഒരിക്കൽ എലീശ തന്റെ യജമാനിൽ നിന്നും കേട്ടിട്ടുള്ളതാണ്. ഏലിയാവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച എലീശ ഓരോരോ സ്ഥലങ്ങൾ താണ്ടി മുന്നോട്ട് പോകുമ്പോഴും തന്റെ യജമാനൻ പറയുന്നു, എലീശയെ, നീ ഇവിടെ താമസിച്ചുകൊള്ളൂ, ദൈവം എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് അയച്ചിരിക്കുന്നു. ഗിൽഗാലിൽ അവരുടെ യാത്ര പുറപ്പെട്ടു. ഗിൽഗാലിൽ നിന്ന് ബഥേലിലേക്കും, ബഥേലിൽ നിന്ന് യെരിഹോവിലേക്കും, യെരിഹോവിൽ നിന്ന് യോർദാങ്കിലേക്കുമുള്ള യാത്രയിൽ ഓരോ സ്ഥലത്തും കടന്നു വരുമ്പോഴും ഏലിയാവ് എലീശയോട് പറയുന്നുണ്ട്, നീ ഇവിടെ താമസിച്ചോ, നീ ഇവിടെ താമസിച്ചോ. പക്ഷെ എലീശ പറഞ്ഞില്ല, ഞാൻ നിന്റെ പിന്നാലെ വരികയാ, എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. അങ്ങനെ ഏലിയാവും എലീശയും അവർ യാത്ര ചെയ്ത് യോർദാന്റെ അടുക്കലെത്തിയപ്പോ ഏലിയാവ് പുതപ്പ് മടക്കി വെള്ളത്തെ അടിച്ചു അത് രണ്ടായി മാറി ഒരു ക്രോസ് ചെയ്ത് അപ്പുറത്ത് കടന്നപ്പോൾ എലീശ ആ വിധവയോടും ശൂന്യകാരത്തിയോടും ചോദിച്ച് അതേ ചോദ്യം തന്റെ യജമാനനായ ഏലിയാവ് തന്നോട് ചോദിക്കുന്നതായി കാണാൻ കഴിയുന്നു. അതിന്റെ 9-ാമത്തെ വാക്യം, 2-ാം അധ്യായം 9-ാം വാക്യം, അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, ഞാൻ നിന്നിൽ എടുത്തു കൊള്ളപ്പെടുന്നതിന് മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. എന്നാൽ ഒരിക്കൽ ഈ ചോദ്യം എലീശ കേട്ടതാണ് തന്റെ യജമാനനിൽ നിന്ന്. പക്ഷേ ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം എലീശ അന്ന് നൽകി. ആ ഉത്തരം ഇതായിരുന്നു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. ആ ചോദ്യം എലീശ ഫേസ് ചെയ്തപ്പോൾ തന്റെ ഉത്തരം വളരെ ക്ലിയർ ആയിരുന്നു. ആ ഉത്തരം ദൈവഹിതപ്രകാരമുള്ള ഉത്തരമായിരുന്നു. താൻ മറ്റൊരു കാര്യങ്ങളുമല്ല താൻ ചോദിച്ചത്, ദൈവികമായ കാര്യമാ ചോദിച്ചത്, ഉയരത്തിലെ കാര്യമാ ചോദിച്ചത്. എനിക്ക് ആത്മാവിന്റെ ഇരട്ടി പങ്ക് എനിക്ക് ആവശ്യമാണ്, ഇരട്ടി പങ്ക് എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ആ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ എലീശ കൊടുത്ത മറുപടി വളരെ ശക്തമായിരുന്നു. ഉയരത്തിൽ നിന്നുള്ള ശക്തി എനിക്ക് വേണം, ഉയരത്തിൽ നിന്നുള്ള ബലം എനിക്ക് വേണം. അതിന് ഏലിയാവ് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. അല്ലയോ എലീശയെ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്, നീ പ്രയാസമുള്ള കാര്യമാ ചോദിച്ചത്. കാരണം എലീശ അങ്ങനെ ചോദിക്കുമെന്ന് ഒരുപക്ഷെ ഏലിയാവ് പ്രതീക്ഷിച്ച് കാണില്ല. ഏലിയാവിനത് കൊടുക്കാൻ പ്രയാസമായിരുന്നു. എന്ത് ചെയ്തു തരണമെന്നുള്ള ഏലിയാവിന്റെ ചോദ്യത്തിന് എലീശയുടെ മറുപടി ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് എനിക്ക് വരട്ടെ എന്നായിരുന്നു. പക്ഷെ ഏലിയാവ് പറഞ്ഞത് പ്രയാസമുള്ള കാര്യം. പക്ഷെ നമുക്കറിയാം, ചുഴലിക്കാറ്റിൽ ഏലിയാവ് എടുക്കപ്പെടും, താഴേക്ക് പുതപ്പ് വീണ് ആ ഏലിയാവിനെ പകർന്ന ഇരട്ടി ശക്തി എലീശ വഹിച്ചു കൊണ്ട് പോകുമ്പോൾ എലീശയ്ക്ക് പിന്നീട് ആ ചോദ്യം സധൈര്യം ചോദിക്കാൻ കഴിയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം. പക്ഷേ ഏലിയാവ് പറഞ്ഞ മറുപടി, ഏലിയാവ് പിന്നീട് പറഞ്ഞ മറുപടി എലീശ അവരുടെ ഉത്തരങ്ങൾക്ക് നൽകിയില്ല. എന്താ? അല്ലയോ വിധവയെ, അല്ലയോ ശൂനേംകാരത്തിയെ, നീ പ്രയാസമുള്ള കാര്യമാണ് എന്നോട് ചോദിക്കുന്നതെന്ന് എലീശ പറഞ്ഞില്ല. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, തന്റെ മേൽ വ്യാപരിക്കുന്ന ഒരാത്മാവിന്റെ ശക്തിയുണ്ട്.
ഇന്ന് രാവിലെ സമയം എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഉയരത്തിലെ ശക്തി പ്രാപിച്ചാൽ ആ ചോദ്യത്തിന്റെ മുമ്പിൽ ഏലിയാവ് പറഞ്ഞ മറുപടിക്ക് അവിടെ സ്ഥാനമില്ല. പ്രയാസമുള്ളത് ചോദിച്ചു എന്നുള്ളത്. കാരണം അത് പ്രയാസമുള്ളത് തന്നെയാ. കാരണം ഉയരത്തിൽ നിന്ന് പ്രാപിക്കുന്നത് ഒരല്പം റിസ്ക് ഉള്ള കാര്യമാണ്. ദൈവസന്നിധിയിൽ കാത്തിരിക്കണം, അതിനുവേണ്ടി ഓടേണ്ടതായിട്ടുണ്ട്. ആ ഓടി അത് പ്രാപിച്ചാൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, കർത്താവ് ഈ ഭൂമിയിൽ ആവശ്യമുള്ളത് ചോദിക്കും. അതിനകത്ത് ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല. ഞാൻ എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ സംവരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമേ, അതാകട്ടെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. യേശു കർത്താവ് ബർത്തിമായിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? ഞാൻ നിനക്ക് വേണ്ടി, ഇന്ന് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ദൈവത്തോട് പറയാൻ, കർത്താവേ എനിക്ക് ഉയരത്തിലെ ശക്തി വേണം. ഉയരത്തിലെ ശക്തി നമ്മുടെ മേലുണ്ട് എങ്കിൽ ഉറപ്പായി ഞാൻ പറയട്ടെ, ഈ ഭൗമ വിഷയങ്ങളൊന്നും നമ്മളെ അലട്ടുകയില്ല. ആ ചോദ്യം ഇന്ന് രാത്രി രാവിലെ സഭയിൽ നമ്മോടും ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? ഇന്ന് രാത്രി ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, ദൈവത്തോട് പറയാൻ, കർത്താവേ എനിക്ക് ആ ശക്തി വേണം. ആ ശക്തി ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നീട് ഈ ഭൂമിയിലെ വിഷയങ്ങൾ ഒരു പ്രയാസമായി നമുക്ക് തോന്നുകയില്ല. അതുകൊണ്ട് ആ കർത്താവിന്റെ ശക്തി നമ്മുടെ മേൽ പകരപ്പെടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ, ഈ ഒരു ചിന്തയാൽ കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരം നൽകി തന്ന കർത്താവിന്റെ ദാസനെ എന്നെ ശ്രമിച്ച എല്ലാവരോട് നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് ആണല്ലോ നമ്മൾ കേട്ടത്. വേണ്ടും പോലെ പ്രാർത്ഥിപ്പാൻ പലപ്പോഴും നമുക്ക് അറിയുകയില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പ്രാർത്ഥിക്കുന്നതിന്, അത് പ്രാർത്ഥനയുടെ കാതലായിട്ടുള്ളത് എന്താണ്? ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുന്നതിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ്. ദൈവഹിതം അറിയുന്നതാണ് പ്രാർത്ഥന. അത് യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുന്നതിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ഹിതം നടത്തി തരണമെന്ന് ഉള്ള അപേക്ഷയാണ് നമ്മുടെ പ്രാർത്ഥന. നമുക്കറിയാം, കർത്താവിന്റെ ദാസൻ പറഞ്ഞ മറ്റുള്ളവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയല്ല. ഈ പ്രയർ ലൈൻ തന്നെ അതിനാണല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി. ഞാൻ 1-2 വാചകങ്ങളോടെ പറഞ്ഞതിന് ശേഷം തെങ്ങിൽ വർഗീസ് സഹോദരൻ പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. തെങ്ങിൽ വർഗീസ് സഹോദരൻ പ്രാർത്ഥിച്ച് ND സാങ്കുട്ടി പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ പൂർണ്ണമാകുന്നതാണ്. നമുക്ക് അറിയാം, ഇയ്യോബിനെ വന്ന് തൻ്റെ സ്നേഹിതരെ ആശ്വസിപ്പിക്കാൻ വന്നതാണ്. പക്ഷേ വന്ന് പറഞ്ഞതെല്ലാം കുറ്റം പറയുകയായിരുന്നു. അവിടെ ഇരുന്ന് തന്നെ തൻ്റെ ആ പ്രയാസഘട്ടത്തിൽ അവർ ആ പ്രയാസഘട്ടങ്ങൾ മനസ്സിലാക്കുന്നതിന് അവരുടെ വിഷമം കൊണ്ടുകൂടെ ആയിരിക്കണം. പക്ഷേ അവരുടെ വായിൽ നിന്ന് വന്നതെല്ലാം കുറ്റം പറയുമായിരുന്നു. എന്നാൽ ആ കുറ്റം പറഞ്ഞവർക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവം അവൻ്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ വന്ന് നിലവിളിച്ചപ്പോൾ എലിശ ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ആ ശൂന്യകാരത്തോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എന്താണ്? എലിശ തന്നെ ചോദിച്ചു. ഏലിയാവ് ചോദിക്കുക, ഞാൻ നിനക്ക് എന്താ വേണ്ടത്? അപ്പോൾ പറയാണ്, നിന്റെ ആത്മാവിൻ്റെ ഇരട്ടിപ്പങ്ക്. അതായത് നീ ചെയ്ത ഈ പ്രവൃത്തിയുടെ, നീ ചെയ്ത മിനിസ്ട്രിയുടെ ഇരട്ടി മിനിസ്ട്രി എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുകയാണ്. ഇപ്പോഴത്തെ ഏതെങ്കിലും ദേവദാസന്മാരോട് അവരുടെ ശിഷ്യം പറയാമെങ്കിൽ പറയും, എന്താണ് ഇത്രയ്ക്ക് അഹങ്കാരം വന്നു, എന്നെക്കാളും ചെയ്യാനാണെന്ന് നീ പോകുന്നത് എന്നായിരിക്കും ചോദിക്കുക. എന്നാൽ ഏലിയാവ് അത് സന്തോഷത്തോടു കൂടെ അത് ഏറ്റെടുത്ത്, നിനക്കത് ഭവിക്കണം, എന്നാൽ അത് പ്രയാസമുള്ള കാര്യമാണ് എന്നൊക്കെ ആണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ആ ശക്തിയോടുകൂടെയാണ് എലിശ പോയത്. അതുകൊണ്ടാണ് ആവശ്യത്തിലിരിക്കുന്നവർക്ക് ആ ശക്തിയെല്ലാം എടുത്ത് തൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, ഗേഹസി ചെയ്ത പോലെ, എലിശയുടെ ശിഷ്യം ചെയ്ത പോലെ സ്വന്തം കാര്യത്തിന് വേണ്ടിയെല്ലാം കൂടി ഉപയോഗിക്കാൻ പോകല്ല. തൻ്റെ ആ ശക്തി മറ്റുള്ളവർക്ക് വേണ്ടി, വേദനയിലിരിക്കുന്നവർക്ക് വേണ്ടി, കർത്താവ് ചെയ്തതുപോലെ തന്നെ കർത്താവിൻ്റെ ആ ശക്തിയെല്ലാം സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരിക്കൽ പോലും ഉപയോഗിച്ചില്ല. തൻ്റെ പരീക്ഷ അത് തന്നെ ആയിരുന്നല്ലോ. വല്ലാതെ വിശന്നപ്പോൾ ഈ കല്ലെല്ലോ അപ്പോൾ ആക്കി കഴിച്ചാൽ മതി എന്നുള്ള അത്, പക്ഷേ എനിക്ക് കഴിക്കുന്നതിന് വേണ്ടിയല്ല, 5000 അല്ലെങ്കിൽ 10-20,000 ജനങ്ങൾക്ക്, വിശന്ന് പൊരിയുന്ന ജനങ്ങൾക്ക് കഴിക്കുന്നതിന് അപ്പം ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ് എൻ്റെ ശക്തി എന്ന് കർത്താവ് മനസ്സിലാക്കിയതുപോലെ, പ്രിയമുള്ളവരെ, നമ്മൾക്ക് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങളും ആത്മീക നൽവരങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി തന്നെ അങ്ങ് ഉപയോഗിക്കാനല്ല,
മറ്റുള്ളവർ വേദനയിലിരിക്കുന്നവർക്ക് വേണ്ടി, ആവശ്യക്കാർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണല്ലോ. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാൻ, കർത്താവ് വീണ്ടും വണ്ണം പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അതായത് എനിക്കിത് വേണേ അത് വേണേ എന്നുള്ള പ്രാർത്ഥനയല്ലല്ലോ, ദൈവഹിതം മനസ്സിലാകുന്നതിന് വേണ്ടി, ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിച്ചിട്ടുള്ള ആ ശക്തി മറ്റുള്ളവർക്ക് വേണ്ടി, വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, ആ കഷ്ടതയിലിരിക്കുന്നവർക്ക് ആശ്വാസം പകരുന്നതിന് വേണ്ടിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ പ്ലസന്റ് ദാനിയേൽ പാസ്റ്റർ ഈ നമ്മുടെ ഈ പ്രളയിൽ വന്ന് ഇത്ര സമയം ചെലവഴിച്ചല്ലോ. കർത്താവിൻ്റെ ദാസൻ ചെയ്യുന്നതായിട്ടുള്ള ശുശ്രൂഷകളെ കർത്താവ് ഈ ദിവസങ്ങളിൽ മാനിക്കട്ടെ എന്ന് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസിന് വേണ്ടി നിങ്ങളുടെ പേഴ്സണൽ പ്രയറിലും ദയവായിട്ട് പ്രാർത്ഥിക്കണമേ. ഷിക്കാഗോ പ്രയറിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം, നിങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള സ്നേഹവും നന്ദിയും ഞാൻ പ്രകാശിപ്പിക്കുന്നു. താങ്ക് യു.